ഹായ് ഫ്രണ്ട്സ്, കാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ ഇന്നോവയിൽ നമ്മളൊരു ഐറ്റം കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ CK എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് സ്റ്റാർട്ട് കിറ്റാണ്. അത് പുഷ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മളിപ്പോഴത്തെ പുതിയ വണ്ടിയിലൊക്കെ ഉള്ള പുഷ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് കിറ്റാണ്. ഇതിനകത്ത് കുറേ സെറ്റിങ്സ് ഉള്ള സാധനം ഉണ്ടോ, അതായത് ഇതിനകത്ത് വരുന്നത് മെയിനായിട്ടൊരു ഡിവൈസാണ് പറഞ്ഞിട്ടുണ്ടോ. ഇതിനൊരു ഡിവൈസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് 2 റിമോട്ട്, പിന്നെ ഇതിൻ്റെ പുഷ് സ്റ്റാർട്ടിൻ്റെ ഇത്, പിന്നെ കുറച്ച് വയറിംഗ് കിറ്റ്. അപ്പോൾ വയറിംഗ് കിറ്റ് കുറച്ചൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കാം, കാരണം ഇത് അഴിച്ച സ്ഥിതിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ നമ്മൾ പോക്കറ്റിലിട്ടുകൊണ്ട് വണ്ടിയുടെ അടുത്ത് വന്ന് ഓട്ടോമാറ്റിക് ലോക്ക് ആവട്ടെ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കീയുമായിട്ടേ കുറച്ച് വണ്ടിയുടെ അടുത്തുനിന്ന് മാറിയാൽ ഇത് ലോക്ക് ആവും, ലോക്കായി പോകും, അങ്ങനെയുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു സെൻട്രൽ ലോക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിമോട്ട് ലോക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ബെറ്റർ. കാരണം ഇതിനകത്ത് സെൻട്രൽ ലോക്ക് ആൾറെഡി വരുന്നുണ്ട്, പിന്നെ ടെയിൽ ഗേറ്റ് ഓപ്പണർ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് സംവിധാനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇതിന് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് പിന്നെ ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ വന്നത് ഇതിൻ്റെ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്തേക്ക് കയറ്റി വയ്ക്കണം. ഇതങ്ങനെയൊന്നും വേണ്ട, ഇതിന് 2 സെൻസർ ഇരിപ്പുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം റൂഫ് ലൈറ്റ് ചെയ്ത കൂട്ടത്തിലെടുത്ത് വെച്ചതാണ്. ഒരു സെൻസർ അതിൻ്റെ ഇവിടെ ഫ്രണ്ടിലാണ് വരുന്നത്, ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലുള്ളത് ഞാൻ കാണിച്ചു തരാം, അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നുണ്ട്, വേണ്ട ഇവിടെ ഇരിപ്പുണ്ട്, അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് വേണ്ട, ഇവിടെയായിട്ടാണ് ആ സെൻസർ ഉണ്ടെന്ന് നമ്മൾ വച്ചേക്കണം. അപ്പോൾ ഇത് ഇൻ കേസ് ഇതിൻ്റെ ബാറ്ററി തീരുക അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് അൺലോക്ക് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ഇത് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് ഈ കീ കൊണ്ടുവന്നിട്ട് ഈ സെൻസറിൻ്റെ അവിടെ ഇങ്ങനെ കാണിച്ചാൽ മതി, ഓട്ടോമാറ്റിക് ഇത് അൺലോക്ക് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്, ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ലാഭം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ഒരു സെറ്റപ്പും കൂടിയാവും. പിന്നെ ഇതിനകത്ത് റിമോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. റിമോട്ട് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കിടക്കുന്ന സ്ഥലത്തിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ എടുക്കാം, അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. റിമോട്ട് സ്റ്റാർട്ടും കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് ഫംഗ്ഷൻ കൂടിയ ഒരു സാധനമാണ്. ഇത് സെറ്റ് ചെയ്യണമെങ്കിലേ ഇതിൻ്റെ അകത്ത് കുറച്ച് വയറിങ്ങാണ് ഉള്ളത്. മെയിനായിട്ട് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മെയിൻ വയറിംഗ് തന്നെ കേട്ടോ. ഇതുണ്ട്, ഇങ്ങനൊരു വയറിംഗ് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇത് സിമ്പിളാണ്, വയറിംഗ് ഒന്നുമില്ല. അതായത് ഇതിനകത്തെല്ലാം ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കണ്ട ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ കൊടുത്തേക്കുന്നുണ്ട്, ബ്ലാക്ക് ഗ്രൗണ്ട്, അങ്ങനെ എല്ലാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാം മനസ്സിലാവും, ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇത്രയും വയറുകളേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഇതിനകത്ത് ഉണ്ട് ഒരു ബ്ലാക്ക് ഗ്രൗണ്ട് ഉണ്ട്, ഒരു റെഡ് ഉണ്ട്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ലൈൻ കൊടുക്കുന്നത്, പിന്നെ യെല്ലോ സ്റ്റാർട്ടറിലേക്കുള്ള ലൈൻ. ഇഗ്നിഷൻ സ്വിച്ച് ഫസ്റ്റ് സെക്കൻഡ് എന്നുണ്ട്. ഇതിനകത്ത് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ എല്ലാ വണ്ടികളിലും ഉണ്ടാവില്ല. ചില വണ്ടികൾ ഇഗ്നിഷൻ 1, 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ഈ 1ഉം 2ഉം ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചില കേസിൽ നമ്മളിത് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ, അതായത് സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് വിട്ടുപോകും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അതിനകത്തുണ്ട്. പക്ഷേ അത് എല്ലാ വണ്ടിയിലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് കൊടുക്കുമ്പോൾ ഇതിന് ഒരു റിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും കേട്ടോ. റിലേ കൊടുക്കണം, കാരണം ഇത് യൂസ് ചെയ്യില്ല, നമ്മൾ പിന്നെ ഈ യൂസ് ചെയ്യില്ല. പിന്നെ ഇതിനകത്ത് ഇമ്മൊബിലൈസറിൻ്റെ ഒരു പ്രശ്നം വരും. ഇമ്മൊബിലൈസറിൻ്റെ പ്രശ്നം 2 രീതി ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും ഇതിനകത്ത് ഇത് അൺലോക്കായി പോകാനായിട്ട്, അത് ഈ ലോക്ക് അൺലോക്കായി പോകാനായിട്ടൊരു ട്രിഗർ ലൈൻ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എല്ലാ വണ്ടികളിലും ഇല്ല. ഇപ്പോൾ സ്കോഡ തൊട്ട് മുകളിലേക്കുള്ള വണ്ടികളിലൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കാണ്, അതായത് ഇത് സോളിനോഡിൽ വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ താക്കോൽ അതിനകത്ത് ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കീ അങ്ങോട്ട് ഊരിക്കളഞ്ഞാൽ മതി. എന്നിട്ട് ഈ മൊബൈലൈസർ ഒന്നിനെ ബൈപ്പാസ് ചെയ്യുക, അല്ലെങ്കിൽ കീ ഇട്ട് ലൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ, എന്നാലും ഇത് വർക്കാവുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത് ഇതിനകത്ത് വായിച്ച് മനസ്സിലാക്കണം. കംപ്ലീറ്റ് ഇത് വായിച്ച് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളത് മെയിനായിട്ട് പറഞ്ഞത് ഒരു ലൈൻ നമ്മൾ ബ്രേക്ക് സ്വിച്ചിലേക്ക് കൊടുക്കണം. കാരണം ബ്രേക്കിൻ്റെ ആ സ്വിച്ചിലേക്ക് ഒരു ലൈൻ വന്നാൽ മാത്രമേ, പ്ലസ് കിട്ടിയാൽ മാത്രമാണ് ആ ബ്രേക്ക് ലൈറ്റ് കത്തൂലേ ചവിട്ടുമ്പോൾ, അതിനകത്തേക്ക് ഒരു ലൈൻ കൊടുക്കാണ്ട്. അപ്പോൾ അതും ഇവിടെ ഇതുപോലെ ഉണ്ട് കുറച്ച്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ ഒരു കുറച്ച് ലൈനുകളുണ്ട്. ഈ ലൈനുകൾ ഇതുപോലെ തന്നെ ഉണ്ട്, അതിനകത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇത് പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് കയറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതായത് ഈ മൊബൈലൈസറുള്ള വണ്ടിയിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ നല്ല വണ്ടി ECM ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് അറിയാവുന്നവർ ചെയ്തില്ലെങ്കിൽ ECMന് കംപ്ലയിൻറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളതുണ്ട് ഇതുപോലെ റിലേയും കാര്യങ്ങളൊക്കെ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കണക്ഷൻ ഉണ്ട് കുറച്ച്. ഈ ഇന്നോവയിലൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡാണ് കണ്ട. ഇതുപോലെ ഒരു റിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ECM ഒക്കെ അടിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈസിനെ കുറിച്ച് പരിചയപ്പെടുത്താനേ പറ്റുള്ളൂ. ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഇപ്പോൾ നമ്മൾ പഴയ സെന്നിലൊക്കെയാണ് ചെയ്യാൻ പറ്റും, ഒരു സീനുമില്ല. കാരണം അതിനകത്ത് വേറെ സീനുകളൊന്നും വരാനില്ല.
ഇമ്മൊബിലൈസർ ഇല്ലാത്തതുകൊണ്ട് തന്നെ. ഈ ഇമ്മൊബിലൈസർ ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 രീതി ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഈ കീ ഉണ്ടല്ലോ, ഈ കീൻ്റെ അകത്തുണ്ട്, ഇത് കീൻ്റെ അകത്താണ് ഇമ്മൊബിലൈസറിൻ്റെ ആ ചിപ്പ് ഇരിക്കുന്നത്. ആ ചിപ്പ് പൊളിച്ചിട്ട് അതിനകത്ത് കോഡ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ അത് ഊരി പോകുന്നതിന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോകും, പിന്നെ ജന്മത്തിൽ വണ്ടി സ്റ്റാർട്ടാവില്ല ഓഫായി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ബൈപ്പാസ് ചെയ്യാൻ പുറത്ത് 2500-3000 കൊടുത്താൽ ബൈപ്പാസ് ചെയ്ത് തരും. അങ്ങനെ ബൈപ്പാസ് ചെയ്യും. ഇന്നോവയൊക്കെ എല്ലാം ബൈപ്പാസ് ചെയ്തിട്ടേക്കായിരിക്കും, കാരണം ഭയങ്കര കംപ്ലൈൻറ്റുള്ള സാധനമാണ് ഈ ഇമ്മൊബിലൈസറിൽ. അപ്പോൾ കണക്ഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കണേക്കാളും എളുപ്പം ഇങ്ങനൊരു സാധനം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇത് മേടിക്കുമ്പോൾ കിട്ടും ഇതിനകത്ത് നോക്കിയാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു 2 ദിവസം പഠിച്ചോ ഈ സാധനം എടുത്ത് വെച്ചിട്ട്. കംപ്ലീറ്റ് കണക്ഷൻ ഡയഗ്രാം പഠിച്ചിട്ട് മാത്രം ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ CM ഒക്കെ ഉള്ള വണ്ടിയാണ്, അതായത് ഇന്നോവയിലൊക്കെയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇന്നോവയിൽ വരെയും പണി കിട്ടും, നല്ല പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഇരട്ടി പൈസ കയ്യിൽ നിന്ന് പോകും. അതിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ സെറ്റ് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്തേ ഇതിനകത്ത് പറഞ്ഞുതരാം. നമ്മളിത് ഇവിടെ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ ബാക്കി ട്രിഗർ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിലേ ഇട്ട് കൊടുത്തേക്കുന്നുണ്ട്. ഈ റിലേ ഒക്കെ ഇങ്ങനെ ഇഗ്നീഷൻ്റെ പ്രശ്നം കൊണ്ടാണ്, അതായത് ഇഗ്നീഷൻ നമ്മൾ സെക്കൻഡ് ഇഗ്നീഷനിൽ ഇത് കട്ടാവാത്ത പ്രശ്നത്തിനൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവർ ചെയ്യണം കേട്ടോ. നോർമൽ ഓടിപ്പോയിട്ട് ഏതെങ്കിലും ആക്സറീസുകളെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സംഗതി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോകും. CM ഒക്കെ ചിലപ്പോൾ കാശ് കൊടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഈസി ആയിട്ട് ഓടിപ്പോയി ചെയ്യാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ നമ്മളെന്തായാലും ഇത് നിങ്ങളെ പരിചയപ്പെടുത്താന്നുള്ളതാണ്. ഈ സംഭവം ഇങ്ങനെ ഒരു സാധനമുണ്ട്, നിങ്ങൾ കയറ്റുമ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇത് പിന്നെ നമ്മൾ വേറെ ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സെന്നിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സെന്നിടപ്പുണ്ട്, ആ സെന്നിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സാധനം വയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ ഇമ്മൊബിലൈസറും പിന്നെ അതേമാതിരി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ECM ഒക്കെ ഉള്ള വണ്ടിയിലാണ് ഇത് പ്രശ്നം കാണിക്കുക. നോർമൽ വണ്ടികളിലൊന്നും വലിയ സീനില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞാൻ കണക്ഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ അവിടെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഫ്രണ്ടിൽ 2 സെൻസർ ഒട്ടിക്കണം, കാരണം ഇത് നമ്മൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ലോക്ക് ആവാനായിട്ടുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ ഡിവൈസ് കണക്ട് ചെയ്യാം. എന്നിട്ട് പുറത്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ബ്രേക്ക് സ്വിച്ചിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അബദ്ധവശാൽ നമ്മൾ ഇത് വണ്ടി ന്യൂട്രൽ. അപ്പോൾ ഇതിനകത്ത് തന്നെ വേറൊരു വലിയൊരു പ്രശ്നം വരാൻ പോകുന്നത്, അത് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം, അതായത് റിമോട്ട് സ്റ്റാർട്ട് ഓഫ് ചെയ്തിട്ടാണ് നല്ലത്. കാരണം ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഗിയറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ന്യൂട്രൽ സ്വിച്ച് എന്ന് പറഞ്ഞ സംഭവം ഉള്ള വണ്ടിക്ക് കുഴപ്പമില്ല. ചില വണ്ടിയിൽ ന്യൂട്രൽ സ്വിച്ച് വന്നിട്ടുണ്ട്. ന്യൂട്രൽ സ്വിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല. കാരണം എന്താണ്, ന്യൂട്രൽ ആ ഒരു ലൈൻ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രലാണെങ്കിൽ മാത്രമേ ഈ റിമോട്ട് സ്റ്റാർട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ നമ്മളിത് ഞെക്കുകയൊക്കെ ചെയ്യുക, വണ്ടി ഇത് ഗിയർ കിടക്കുകയാണെങ്കിൽ സ്റ്റാർട്ടായി നീങ്ങാനും അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ലൈനിലേക്ക് ഒരു സ്വിച്ച് കൊടുക്കും ഇതിനകത്ത് കയറിയിരുന്ന്. അപ്പോൾ അത് കാരണം അതിനകത്ത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇൻ കേസ് ന്യൂട്രലാണെങ്കിലും വണ്ടിക്കൊന്നും അപകടമൊന്നും വരാതിരിക്കാനാണ് ആ ഒരു സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് റിമോട്ട് സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിനകത്ത് ഓഫ് ചെയ്ത് തരണം, കാരണം ആരെങ്കിലും കയറി ഇത് ഞെക്കുക ചെയ്ത് കഴിഞ്ഞാൽ സംഗതി പ്രശ്നം. അപ്പോൾ ഇനി നമുക്കിതേ ലൈനുകളൊക്കെ കൊടുക്കാം. ഞാൻ ഡിവൈസ് കുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി സെൻസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കുത്താം. കുത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഈ 2 സെൻസർ ഭാഗങ്ങളുണ്ട് കേട്ടോ. സെൻസർ ഭാഗം ഇവിടെ കിടക്കും. ഇതിൻ്റെ 2 സെൻസറുണ്ട്. അപ്പോൾ ഈ സെൻസർ നമ്മളിത് ഇവിടെ അങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. 2 ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 2 സെൻസർ നമ്മൾ കുത്തി കൊടുക്കാം. എന്നാലും ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ ഇതുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ടാവില്ല. അത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റീസെറ്റ് ചെയ്യാനായിട്ടാണ്. ഇൻ കേസ് താക്കോല് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ ഡിവൈസ് റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. അതും കുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കണ്ട ഇങ്ങനെ ഒരു കണക്ഷനും കൂടി ഇതിനകത്ത് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ റിലേ വെച്ചേക്കുന്നത് ഇന്നോവയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രേക്ക് സ്വിച്ചിൽ നിന്ന് ലൈൻ എടുക്കുമ്പോഴേ പുറമേ നിന്ന് വലിച്ചുകൊണ്ടിരുമ്പോൾ ഇടങ്ങേറുണ്ടാകാതിരിക്കുക, അത്രയും വലിക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ ECM എന്നുള്ള ലൈനാണ്. അതിൽ നിന്ന് എടുത്തിട്ട് ECMൻ്റെ ഡയറക്റ്റ് ലൈനൊന്നും എടുത്ത് ഒരു സ്ഥലത്തും കയറ്റരുത്. കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങാനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ECM പോകും. അപ്പോൾ അതാണ് നമ്മൾ റിലേ വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ റിലേയിലാകുമ്പോൾ പിന്നെ ഒരു കണക്ഷനില്ല. നമ്മൾ കൊടുക്കുന്ന ലൈനുകളൊക്കെ ഔട്ട്പുട്ട് ചെയ്തിട്ട് വെച്ചേക്കണം. ഇത് 5 റിലേ ആണ്, അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അതുപോലെ ഇതിങ്ങനെ കണക്ട് ചെയ്യണം. ചെയ്യേണ്ട ഇതാണ് പുഷ് സ്റ്റാർട്ടിൻ്റെ ആ ഒരു ബട്ടൺ. ഇതാണ് നമ്മൾ വണ്ടിയുടെ ഇവിടെ എവിടെയെങ്കിലും വയ്ക്കണം. നമുക്ക് വെച്ച് കഴിയുമ്പോൾ നോക്കാം. ഈ ലൈൻ കൂടി കുത്തണം. ഇതിനകത്ത് ഇത് കണ്ട ഇതിപ്പോൾ എൻ്റെ കീ അടുത്തിരിക്കുന്നുണ്ടോ ഇതിനകത്ത് കണ്ട ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. കാണാൻ പറ്റണ്ട ബ്ലൂ ലൈറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇത് കാണാണ്ട ബ്ലൂ ലൈറ്റ് ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടാണ്. ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഈ സംഭവമേ ഇത് ലോക്കാവും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കീയായിട്ട് പോകണം. കീയായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കണ്ടോ ഇതുപോലെ നമുക്ക് ലോക്കും അൺലോക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ആവണുണ്ട് ലോക്ക് അൺലോക്ക്. ഞാൻ ഈ കീയായിട്ടൊന്ന് മാറാട്ടാ. മാറിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ കീ അല്ലെങ്കിൽ നമുക്ക് ഒരാളിൽ കൊടുത്തുവിടാം. കൊടുത്തിട്ട് കഴിയുമ്പോൾ അറിയാമല്ലോ ആൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ലോക്കാവണം.
കാണിച്ചു തരാം. പുള്ളിയാണ് നടന്ന് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ആൾ അതുമായിട്ട് പോയിട്ടുണ്ട്. പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഇത് ലോക്കാവണം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചെല്ലട്ടെ, കണ്ട ലോക്കായി സംവിധാനം. അപ്പോൾ ഇത് എന്തോരം ദൂരം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ട കാണാൻ പറ്റും. ഇതാ അവിടെ വരെയല്ലേ പോയുള്ളൂ. ആ തുണിൻ്റെ അപ്പുറം വരെ പോയപ്പോഴത്തേക്കും സംഗതി ലോക്കാം. ഇതിപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ നോക്കിക്കോട്ടെ, ഇത് ഓട്ടോമാറ്റിക് അൺലോക്കാവണം കാണിച്ചു തരാം. ആൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട താക്കോൽ ഇപ്പോൾ നോക്കിക്കോട്ടെ, ഇവിടേക്ക് അടുത്തേക്ക് വരുമ്പോൾ കണ്ട അൺലോക്കായി. ഇവിടെ ഉണ്ട്, കണ്ട കയ്യിലേക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ സംഭവം വർക്ക് ചെയ്യണത്. ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ അത്യാധുനിക വണ്ടികളിലൊക്കെ വന്ന സംവിധാനം നമുക്ക് വണ്ടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ടേ ഇത് വേറെ സിമ്പിളാണ് കേട്ടോ. ഇതുണ്ട്, ഇനി പിടിക്കുക. അത് ബ്രേക്ക് ഒന്ന് ചവിട്ടി പിടിക്കണം കേട്ടോ. ബ്രേക്ക് ചവിട്ടി പിടിക്കണം. അതിനകത്ത് സെക്യൂരിറ്റിയാണ്, ന്യൂട്രൽ ആണോ അല്ലെന്ന് അറിയില്ല. ചവിട്ടി നമ്മളേ ഇതിനകത്ത് കണ്ട ഇതൊക്കെ ഇത് സംഗതി ഇപ്പോൾ ഇഗ്നിഷൻ ഫുൾ ഓഫായി കിടക്കുകയാണ്. കണ്ട ഇഗ്നിഷൻ ഫുൾ ഓഫായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് പ്രസ് ചെയ്യാട്ടോ. അത് കണ്ട ഞാൻ ഇവിടെ ഡിവൈസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കണ്ട സൈഡിൽ കാണാനും പറ്റും. ഞാൻ ഫസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് അപ്പോൾ നമ്മൾ കീ കയ്യിൽ വേണം കേട്ടോ. കീ കയ്യിലുണ്ടെങ്കിലേ നടക്കുള്ളൂ, വണ്ടിയുടെ അകത്തുണ്ടെങ്കിൽ നടക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് വരും, തെളിഞ്ഞ് വരും. കണ്ടോ ഇഗ്നിഷൻ ഓണായി. ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓണാവും. അത് കഴിഞ്ഞാൽ നമ്മളിനി ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഇതിൽ വെറുതെ പ്രസ് ചെയ്താൽ മതി. അല്ല വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമ്മൾ കാലിങ് എടുത്തേക്കണം. കാലം അവിടെ വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാലെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഇതിൽ തന്നെ വെറുതെ ഒന്നത് സംഗതി ഒന്ന് പ്രസ് ചെയ്താൽ മതി. വണ്ടി ഓഫായി പോയി. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഇത് വർക്ക് ചെയ്യും സംഗതി ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ ഡിവൈസിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള നല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡിവൈസ് കറക്റ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്ത് നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലത്ത്, അതായത് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ വന്നാൽ ഏതെങ്കിലും പൊസിഷനിൽ ഇത് സെറ്റ് ചെയ്യാം. ഇതെല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പല വിലയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇതിന് 25 രൂപ. ഇപ്പോൾ ഈ ടൈപ്പ് സാധനത്തിന് 25 രൂപ 30 രൂപയോളം ചിലവ് വരുന്നുണ്ട്. 21, 22 പല വില ആമസോണിൽ കാണുന്നുണ്ട്. ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറഞ്ഞതൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ പറഞ്ഞാൽ 3000 രൂപ 4000 രൂപയുടെ കിടക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു കാര്യമൊക്കെ PKV അല്ല. അതായത് ഈ ഡിവൈസ് ഒന്നുമില്ല. വെറുതെ പുഷ് സ്റ്റാർട്ട് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. വെറുതെ പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, പ്രസ് ചെയ്ത് ഓഫ് ചെയ്യുക എന്നല്ലാണ്ട് വേറൊരു സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവില്ല. ഇതിനകത്ത് വരുമ്പോഴാണ് സെൻട്രൽ ലോക്ക്, ടെയിൽ ഗേറ്റ് ഓപ്പണർ, സകലമാന സാധനങ്ങളും വരുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. അതായത് നമ്മുടെ ഇവിടെ ഒരു 25 രൂപ റേഞ്ച് തന്നെ ഇതിലുണ്ടാവുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇത് മേടിച്ച് കഴിയുമ്പോൾ നമുക്കിനിപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ സെൻട്രൽ ലോക്ക് ഒന്നുമില്ലാത്ത വണ്ടികൾക്കാണെങ്കിൽ ഒരു 1000, 1500, 2000 രൂപയൊക്കെ വരും. ആ ട്രിഗർ മോട്ടറുകൾ മേടിക്കേണ്ടി വരും. അത് അപ്പോൾ സെൻട്രൽ ലോക്കുള്ള വണ്ടിയിലാണെങ്കിൽ അതൊന്നും വേണ്ട, ഇത് മാത്രം മതി. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡിവൈസിൽ വന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മാനുവലി ഇതിനകത്ത് താക്കോൽ അടിച്ച് വയ്ക്കാം. ചെയ്യണ്ട, ഇതിനകത്ത് താക്കോൽ ഇവിടെ കയറ്റാനുള്ള ഒരു സംവിധാനമുണ്ട്. താക്കോൽ നമ്മൾ ഇതിനകത്ത് ഒറിജിനൽ താക്കോലും പിന്നെ അതിൻ്റെ ഇമൊബിലൈസർ നമ്മൾ എന്തായാലും ബൈപ്പാസ് ചെയ്യുകയോ കോഡിയോ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിട്ട് നമുക്ക് വേണമെങ്കിൽ സെൽഫ് സ്റ്റാർട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. കാരണം നമ്മളിത് ഇവിടെ കുത്തിയിട്ടിരുന്നാൽ മതി. ഇപ്പോൾ ഇതില്ല യൂണിറ്റ് നമ്മളിവിടെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്തെങ്കിലും ഫാൾട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫ്റ്റിയാണ്. കാരണം നമ്മൾ സാധാരണ വളരെ കുറഞ്ഞൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം താക്കോലൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ നല്ല തന്നെ മേടിക്കണം കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് വരുത്തണ കാരണം നമുക്കൊരു 12 രൂപ റേഞ്ചിലൊക്കെ 12,500 റേഞ്ചിലൊക്കെ നമുക്കിത് തരാൻ പറ്റും. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡിയാക്കി തരാം. കാരണം നമുക്കിത് കമ്പനി ഡയറക്റ്റ് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓൺലൈൻ ഞാനത് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ നോക്കിയിട്ട് 25, 30 ആ റേഞ്ചൊക്കെ 28 അങ്ങനെ പല വില കേട്ടോ. വായി വിലയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളിത് ഒന്നിപ്പോൾ 2-3 എണ്ണത്തോളം സെറ്റ് ചെയ്ത് നോക്കി. പെർഫെക്റ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയണത്. അല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആദ്യം സെന്നിൽ ഫിറ്റ് ചെയ്ത് വേറെ സ്കോഡയിൽ സെറ്റ് ചെയ്ത് ഇപ്പോഴേ വന്നിട്ടൊരു നമ്മുടെ ഇന്നോവയിൽ സെറ്റ് ചെയ്തതാണ്. ഓക്കെയാണ്, വർക്കിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി പറക്കി കൂട്ടീൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ. ഇത് പൂരി പറിച്ചിട്ടേക്കല്ല, നമുക്ക് അത് സെറ്റ് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഈ റിമോട്ട് ഈ ടൈപ്പ് ഒന്നുമല്ല കേട്ടോ. ഒരുപാട് ടൈപ്പ് റോൾസ് റോയ്സിൻ്റെ ടൈപ്പ് ഏത് ടൈപ്പ് റിമോട്ട് വേണമെങ്കിലും കിട്ടും. അതിൻ്റെ ഒരു പ്രത്യേകത ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും. അതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഇതിനകത്തേക്ക് ആക്കുകയും ചെയ്യാം. ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് ആ ടൈപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഒത്തണമെങ്കിൽ ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. നമ്മളിതിനകത്ത് ഈ ഡിവൈസ് കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതേ കണ്ടോ പുഷ് സ്റ്റാർട്ടിൻ്റെ നമ്മളിവിടെ എവിടെയെങ്കിലും കൺവീനിയൻ്റ് ആയിട്ട് സ്ഥലം അത് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് കൺവീനിയൻ്റ് ആയ സ്ഥലം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയാണ് പറ്റിയത്. ഇത് വെറുതെ ഇതിൻ്റെ പേരിലല്ല, വെറുതെ വളച്ച് വെച്ചിട്ട് എന്തിനും പശ ഒഴിച്ച് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി ഇത് വേറെ ഒന്നുമില്ല, നേരെ ഇതെടുത്ത് ഫിറ്റ് ചെയ്തിട്ട് കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ മീറ്ററും കൺസോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ വയറിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് നേരെ ആ മോഡ്യൂളിലേക്ക് കുത്തണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആ പരിപാടി ഒന്ന് നോക്കാം. പുഷ് സ്റ്റാർട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഇതിനകത്ത് ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ACC ആണ്. ഇപ്പോൾ സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും ശരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഇത് താക്കോല് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓണായി തുടങ്ങും. അതിന് ആദ്യത്തെ പ്രസ്സിങ്ങിൽ ഇത് കണ്ട ഇവിടെ ACC വർക്കാവും. ACC വർക്കാവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ
ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരും, നമ്മുടെ സാധാരണ ചെയ്യണ പോലെ തന്നെ. പിന്നെ രണ്ടാമത്തേൽ ഇത് സെക്കൻഡ് ഇഗ്നീഷൻ, അതായത് വണ്ടിയുടെ ഇവിടുത്തെ ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ ഓണാവും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേൽ നമ്മളിങ്ങനെ ബ്രേക്ക് എവിടെ പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഒന്നുകൂടി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായി പോയിക്കോളും. അപ്പം ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ സ്വയം ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പുലിവാലുകളൊക്കെ ഇല്ലാണ്ട് നോക്കണം. പിന്നെ ഇതിനകത്ത് വല്ലതും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കിയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചിലപ്പോൾ ഇഞ്ചക്ടർ ഡ്രൈവറൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയാണ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ടിൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ.